നമസ്കാരം. റേക്കിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. റേക്കി ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു സ്ഥാനമാണ് മോർഫോജനറ്റിക് ഫീൽഡ്. നമുക്കതെന്താണെന്ന് നോക്കാം. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സ്പന്ദ വേഗതയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും മസ്തിഷ്ക സ്പന്ദ വേഗത, ബ്രെയിൻ വേവ് ഫ്രീക്വൻസി വ്യത്യസ്ത തലങ്ങളിലാണ്. എന്നിരുന്നാലും സാർവത്രികമായി നിലനിൽക്കുന്ന ഒരു ഫ്രീക്വൻസിയെ ബീറ്റ കോൺഷ്യസ് ലെവൽ എന്നാണ് പറയുന്നത്. ഈ ബീറ്റയിൽ ഏതാണ്ട് നമ്മളുടെ EEGയിൽ നോക്കിക്കഴിഞ്ഞാൽ 14-21 സൈക്കിൾസ് പെർ സെക്കൻഡാണ്. ഇവിടെയാണ് ഒരു വർത്തമാനകാല സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ബീറ്റയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൃശ്യപ്രപഞ്ചം, വിസിബിൾ വേൾഡ് ആയിട്ടുള്ള ആ മായാബോധം നമ്മളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതേസമയം ബീറ്റയുടെ താഴെയുള്ള മറ്റൊരു ഫ്രീക്വൻസിയാണ് ആൽഫ എന്ന് പറയുന്നത്. ഇത് 7-14 സൈക്കിൾസ് പെർ സെക്കൻഡിലാണ് EEGയിൽ കാണിക്കുന്നത്. അപ്പോൾ 7 മുതൽ 14 വരെ സൈക്കിൾസ് പെർ സെക്കൻഡിൽ ഒരാൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-14 സൈക്കിൾസ് പെർ സെക്കൻഡിൽ ആൽഫയിലാണ് എല്ലാ സംഭവങ്ങളുടെയും പൂർത്തീകരണം. അതായത് ഒരു സംഭവം അത് സംഭവിക്കുന്നത് ശരിക്കും ആൽഫ റെലംസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ആൽഫ മീൻസ് ദർ ഈസ് നോ ടൈം ആൻഡ് സ്പേസ്. അത് സമയകാലങ്ങൾ ഇല്ലാത്ത ഒരു മേഖലയാണ്. അതിൻ്റെ താഴെയാണ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഉറക്കമാണ്. 4-നും 7-നും ഇടയിലാണത്. അതുപോലെ തന്നെ 4-ൽ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെൽറ്റ സ്റ്റേജാണ്. അത് അധോബോധതലം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ അധോബോധതലം ഇവിടുത്തെ ബീറ്റയും ആൽഫയും ഡെൽറ്റയും തീറ്റയുമായിട്ടുള്ള ആ കാൽക്കുലേഷനിൽ ഏതാണ്ട് 84 ലക്ഷം വർഷത്തിന് തുല്യമാണ് ഓരോ ഈ ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭസ്ഥ ശിശുവൊക്കെ ജീവിക്കുന്നത് ഈ ഡെൽറ്റ സ്റ്റേജിലാണ്. അപ്പോൾ ആ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 84 ലക്ഷം വർഷത്തെ ഓർമ്മകളോട് കൂടിയാണ് ഭൂമിയിലേക്ക് ഈ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കടന്നു വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളിൽ 84 ലക്ഷം വർഷത്തെ ഓർമ്മകളുടെ ഇത് നിങ്ങളുടെ ബ്രെയിനിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് ആകാശിക് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത്. പൂർവ്വ ജന്മങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എൻ്റെ ലൈഫ് സ്പാൻ, പെറ്റേണൽ മെറ്റേണൽ സൈഡ്, അതിനു മുമ്പുള്ള DNA, ഇതെല്ലാം ഇതിലാണ് കാണപ്പെടുന്നത്, ഈ ഡെൽറ്റ സ്റ്റേജിലാണ്. അപ്പോൾ ആൽഫ ഒരു മനുഷ്യന് 4 സെക്കൻഡിൽ ഒരു മൈക്രോ സെക്കൻഡ് മാത്രമാണ് കിട്ടുന്നത്. ഓരോ 4 സെക്കൻഡിലും ഒരു മൈക്രോ സെക്കൻഡ് ആൽഫ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത്. അപ്പോൾ ആൽഫയുടെ അഭാവത അത് കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു പൂർത്തീകരണവും നമ്മിൽ സംഭവിക്കില്ല. അപ്പോൾ 4 സെക്കൻഡിൽ ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 1/10 ലാക്കാണ്. ഏറ്റവും കുറഞ്ഞ ഒരു ലിറ്റിൽ ബിറ്റ് ടൈം. അത് കാൽക്കുലസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൽഫ എന്ന് പറയുന്നത് ദർ ഈസ് നോ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത്. ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൈനസായിട്ടുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ, ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ, ഒരു അവബോധജന്യമായിട്ടുള്ള ഒരു അവസ്ഥ. യോഗികൾ ഇതിനെയൊക്കെ തുരീയം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഈ ആൽഫയിൽ നമുക്ക് എന്തും നമുക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മളുടെ റേക്കി അതുപോലെ തന്നെ ആൽഫയിൽ ചെയ്യുകയാണെങ്കിൽ ആൽഫയുടെ ആ ഫ്രീക്വൻസി ലെവൽ നമ്മൾ അധിക സമയം അധികരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനായാസേന അനേകം രോഗികളെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. സപ്പോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നിൽ പല കാരണങ്ങളും ഉണ്ടാകും. ഒന്ന് നമ്മളുടെ എക്സിസ്റ്റൻസ്, ലെവൽ ഓഫ് എക്സിസ്റ്റൻസ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എനർജി കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ്, പ്രപഞ്ചബോധം എന്ന് പറയും. അപ്പോൾ ഈ പ്രപഞ്ചബോധം നമ്മളിലേക്ക് സമ്മേളിക്കുക, ശ്രുതി ഇണക്കുക, ഇതിനെയെല്ലാമാണ് ട്യൂണിങ് ഇല്ലെങ്കിൽ അറ്റ്യൂൺമെൻറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ റേക്കിയിൽ ഈ പ്രപഞ്ചബോധവുമായിട്ടൊരു വ്യക്തിയെ ശ്രുതി ഇണക്കുന്ന പ്രക്രിയയ്ക്കാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. മിക്കാവ് ഉസോയി
അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ് റേക്കി ഇനീഷ്യേഷൻ. അപ്പോൾ ഒരാളെ ഏതെങ്കിലും രീതിയിലുള്ള ഇനീഷ്യേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ അയാളിലേക്ക് ഏതാണ്ട് ഈ 32 തരത്തിലുള്ള എലമെൻ്റൽ റേസിനെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചെടികളൊക്കെ തന്നെ 32 എലമെൻറ്റ്സ് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി സ്വയം ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 21 എലമെൻറ്റ്സാണ് നമ്മൾ ഓക്സിജനെ കൂടാതെ സ്വീകരിക്കുന്നത്. അതിനെ കോസ്മിക് തരംഗങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ, ഗ്രമ്മ റേസ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്ന ഒമേഗ എന്നൊക്കെ പറയുന്ന ആ ചെറിയ അതിസൂക്ഷ്മമായിട്ടുള്ള പ്രകാശ വേഗതയിലും തരംഗ ദൈർഘ്യം കുറഞ്ഞ കോസ്മിക് തരംഗങ്ങളാണ്. അവ സ്വീകരിക്കുന്നത് നമ്മളുടെ ഊർജ്ജ കേന്ദ്രങ്ങളായിട്ടുള്ള ആധാര ചക്രങ്ങൾ വഴിയും അതുപോലെ തന്നെ നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന കവർ ചെയ്ത് നിൽക്കുന്ന സൂക്ഷ്മ ശരീരമായിട്ടുള്ള ഓറയുമാണ് ഇവ സ്വാംശീകരിച്ചെടുക്കുന്നത് പ്രകൃതിയിൽ നിന്ന്. അപ്പോൾ പ്രകൃതിയിലേക്ക് ശ്രുതി ഇണക്കാനുള്ള ഏതെങ്കിലും ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഗ്രേറ്റ് അഫ്ലുവൻസ് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഗ്രേറ്റ് അഫ്ലുവൻസ് നേടിയെടുക്കുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യുന്നത്. അപ്പോൾ ഏതേ വിധേനയെങ്കിലും ഒരു എനർജി, ഒരു കോസ്മിക് തരംഗത്തെ നമ്മളുടെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓറയിലേക്കോ സ്വാംശീകരിച്ചെടുക്കാനുള്ള കാലിബർ കപ്പാസിറ്റി ഒരാൾ എന്ന് കൈവരിക്കുന്നുവോ അന്ന് മാത്രം അയാൾ ജീവിതത്തിൽ വളരെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ റേക്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ട്യൂണിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് റേക്കി പഠിക്കുന്നവരെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി, ഒരു കാലിബർ, ഒരു കപ്പാസിറ്റി അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്നത്. തന്നെയുമല്ല അവരൊരു ഗ്രേറ്റ് ഹീലറായിത്തീരുന്നു എന്നുള്ളതാണ്. റേക്കി ഒരു ഹീലിംഗ് മെത്തേഡാണ്. ബോഡി മൈൻഡ് സോൾ എക്വിലിബ്രിയം അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ സ്വന്തം കൈകളിലൂടെ എനർജിയെ പ്രയോഗിപ്പിച്ച് രോഗാവസ്ഥയെ സുഖപ്പെടുത്തുന്നതാണ് റേക്കി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ എത്തി ഈ പ്ലാറ്റ്ഫോം സ്വീകരിച്ച് നമ്മളിവിടെ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ബാഹ്യമായിട്ടുള്ള ഒരു പ്രേരക ശക്തിയുണ്ട്. ഈ പ്രേരക ശക്തിയാണ് അതർ സൈഡ് എന്ന് പറയുന്നത്. അതർ സൈഡിൻ്റെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. അതായത് ഭൂമി, അന്യഗ്രഹങ്ങൾ, അയണോസ്ഫിയർ ഇവയ്ക്കിടയിലുള്ള കേവിറ്റി ഗർത്ത ഊർജം 10 സൈക്കിൾസ് പെർ സെക്കൻഡാണ്. ഈ 10 സൈക്കിൾസ് പെർ സെക്കൻഡിൽ നമ്മൾ അതിനെ ബ്രഹ്മാണ്ടം എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മാണ്ടം ഈ പിണ്ടാണ്ടവുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ അതിലേക്ക് തിരിച്ച് സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്രോകോസം മാക്രോകോസത്തിലേക്ക് സ്പന്ദിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റർ, നമ്മൾ ഒരു കോ ക്രിയേറ്റർ, അതുപോലെ തന്നെ അതർ സൈഡ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മളെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിന് ആദ്യമായിട്ടുള്ള ധ്യാനം ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട്, എനർജി കോൺഷ്യസ്നെസ് യൂണിവേഴ്സൽ കോൺഷ്യസുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു ധ്യാനമുറയാണ്. തൊട്ട് മുമ്പിൽ ഒരു ഫുൾ സൈസ് മിറർ ഇമേജ് സങ്കല്പിക്കുക. അതിൽ നമ്മളുടെ രൂപത്തെ സങ്കല്പിക്കുക. രൂപത്തെ നോക്കി ചിരിക്കുക. രൂപം നമ്മളെ നോക്കി ചിരിക്കുന്നു. രൂപത്തോട് പറയുക ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. വീണ്ടും രൂപത്തോട് പറയുക യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഒരു കളർഫുള്ളായിട്ട് നിങ്ങളെ തന്നെ ഇമാജിനേറ്റ് ചെയ്യുക. റേഡിയൻ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ ഇമേജസ് നിങ്ങൾക്ക് സ്വമേധയുണ്ട്. എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു സ്വത്വം ഉണ്ട് എന്നുള്ള ഒരു ഇത് കൈവരിക്കുക. ഇനി നിങ്ങളുടെ മുമ്പിൽ തൊട്ട് മുമ്പിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് കാണുക. അതിൽ നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒരു മോണിറ്റർ മാത്രമാണ്. ഇപ്പോൾ ഒരു ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഡേറ്റാസ് വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഏതെങ്കിലും മിസ്സിങ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഊർജ്ജത്തെ ഇല്ലെങ്കിൽ നമ്മളുടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ കിടക്കുന്നുണ്ടാവും. അതായത് സൂപ്പർ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ടാവും. നമ്മളെല്ലാം ജീവിക്കുന്നത് അനേകം രീതിയിലുള്ള ഊർജ്ജ തരംഗങ്ങളുടെ ഇടയിലാണ്. അപ്പം നമ്മളുടെ ഊർജ്ജ തരംഗങ്ങളിലേക്ക് തന്നെ നമ്മളെ സമ്മേളിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒരു മോണിറ്റർ കാണുക. അതിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് പോയതായി സങ്കല്പിക്കുക. അതായത് യൂണിവേഴ്സിൻ്റെ മറുകരയിൽ മിൽക്കി വേയുടെയും എല്ലാം ഇതെല്ലാം ഉപരിതലങ്ങളിലായിട്ട് നിങ്ങൾ ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ വെറുതെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളുടെ ഡാറ്റാസ് പോയതായി കാണുക. എന്നിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. കൊബാൾട്ട് ബ്ലൂ കളറിൽ ആ സംഭവം നടന്നതായിട്ട്. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം. കാറ് വേണമെങ്കിൽ നിങ്ങൾ കാറിനെ നിങ്ങൾ ലെഫ്റ്റ്
ആ മോണിറ്ററിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പിക്ചറൈസ് ചെയ്യുക, ദെൻ റൈറ്റിലേക്ക് മാറ്റുക, സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇതിനെയാണ് ട്യൂണിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാർ ഓടിച്ച് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ബാക്കി ഇതിൻ്റെ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പിന്നീട് പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ്, ലേറ്റർ.